ഇതൊരു സിനിമയുടെ ലൊക്കേഷനോ ഈ വീട് സിനിമയ്ക്കായി ഒരുക്കിയിട്ടുള്ള സെറ്റോ അല്ല. ലക്ഷങ്ങളുടെ പണക്കിലുക്കം കേൾപ്പിക്കുന്ന സിനിമയുടെ ഭാഗമായി ഒരുപാട് കാലം സഞ്ചരിച്ച ഒരു കലാകാരൻ ഇവിടെയാണ് താമസിക്കുന്നത്. നാം അറിയും ഹരി എന്ന ഹരികേശൻ തമ്പിയെ. നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രശസ്തി നേടിയ ഈ സിനിമാക്കാരനെ ഒത്തിരി അറിയപ്പെട്ട കാലത്തിനിപ്പുറം തിളക്കം മാഞ്ഞു തുടങ്ങിയ നക്ഷത്രമാണിപ്പോൾ ഹരി. അരങ്ങിന് പുറത്താണെന്ന് മാത്രമല്ല, അവഗണനയിലുമാണ് ഈ കലാകാരൻ. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കുറച്ചൊരു വികൃതിയായ കുട്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ മെരിലാൻഡ് സുബ്രഹ്മണ്യം മുതലാളി ഒരു ദിവസം കാറിൽ ഇങ്ങനെ തമ്പാനൂരിലൂടെ പോകുമ്പോൾ, ഞാൻ തിരുവനന്തപുരം തമ്പാനൂർ താമസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. 8 വയസ്സുണ്ടാവും എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ നടയിൽ നിന്ന് ഡാൻസ് കളിക്കുകയും അതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ മുതലാളി ഡ്രൈവറോട് ചോദിച്ചു, ആ കുട്ടി ആരാണെന്ന് ചോദിക്കാൻ പറ്റും. അങ്ങനെ എന്നെ അന്വേഷിച്ച ആൾ വരുന്നു. ഞാൻ സുബ്രഹ്മണ്യം മുതലാളിയെ പോയി കാണുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും അഭിനയിച്ച് കാണിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അഭിനയിച്ച് കാണിക്കാം, എന്താ വേണ്ടതെന്ന്. ഒരു മരണ സീൻ കാണിക്കാൻ നോക്കുമെന്ന് ചോദിച്ചു. അത് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് വേലുത്തമ്പി ദളവയുടെ ഒരു മരണ സീനാണ് ഞാൻ ആദ്യം അഭിനയിച്ച് കാണിച്ചത്. കൊട്ടാരക്കര ശ്രീധരൻ ചേട്ടൻ അഭിനയിച്ച ആ ഒരു സീനിൻ്റെ നാടക രംഗത്തിലുള്ളൊരു സീൻ ഞാൻ അഭിനയിച്ച് കാണിച്ചു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു, എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതുപോലൊരു ഡയലോഗ് സിനിമയിൽ വേണം, ഈ പയ്യൻ അഭിനയിക്കണം എന്ന് പറഞ്ഞു 1951 അവകാശി എന്ന സിനിമയിൽ ഞാൻ ബാലനടനായിട്ട് സിനിമയിൽ പ്രവേശിക്കുന്നു. അതിനുശേഷം ഞാനിങ്ങനെ മെരിലാൻഡിന് തന്നെ പല പടങ്ങളിലും അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. ബാല്യസഖി, ഹരിചന്ദ്ര, അതിനകത്ത് ഹരിചന്ദ്രയിൽ ലോഹിതാക്ഷനായിട്ട് അഭിനയിച്ചു. അത് കഴിഞ്ഞ് മന്ത്രവാദി, അവനുണരുന്നു, അതിൽ സത്യം മാസ്റ്ററുടെ ബാല്യം അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഈ പഠിത്തവും ഈ സിനിമയുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ചെറിയ ഗ്യാപ്പ് വന്നു അതിനിടയ്ക്ക്. ആ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിനയിച്ച പടമാണ് സീത. അതിൽ പ്രേം നസീറിൻ്റെ മകനായിട്ട് ലെവനായിട്ട് അഭിനയിച്ചു. പഞ്ചവങ്കാട് വരെയുള്ള പടങ്ങളിൽ ചെറിയ സൂസി, മൈനത്തെരുവി കൊലക്കേസ്, ഇങ്ങനെ കുറേ പടങ്ങൾ ഞാൻ അഭിനയിക്കുകയുണ്ടായി. അത് പഠിത്തവും ഇതുമായിട്ട് ഞാൻ ഇടകലർന്നാണ് പോയിക്കൊണ്ടിരുന്നത്. അഭിനയ പാടവം തെളിയിച്ച ഒരാൾക്ക് സിനിമയിൽ കൂടുതൽ അവസരമുണ്ടാകുമെന്ന വിശ്വാസമാണ് അക്കാലത്ത് സിനിമയുടെ സിരാകേന്ദ്രമായ മദ്രാസിലേക്ക് ഹരിയെ വണ്ടി കയറാൻ പ്രേരിപ്പിക്കുന്നത്. പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന അനുഭവങ്ങളാണ് പിന്നീടുണ്ടായത്. ഒരുപാട് വാതിലുകൾ മുട്ടിയപ്പോൾ കിട്ടിയത് കുറച്ചു വേഷങ്ങൾ മാത്രം. നായക നടനായി തിളങ്ങാൻ യോഗ്യതകൾ ഏറെയുണ്ടായിട്ടും സിനിമ ഈ അഭിനേതാവിനെ വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല. എനിക്കൊരു 18-19 വയസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മലയാളത്തിൽ തീർച്ചയായിട്ടും ഒരു നായക സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുമെന്നും ആ തോന്നലോടുകൂടിയാണ് ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറുന്നത്. അന്ന് ഈ മദ്രാസിലേക്ക് വണ്ടി കയറുമ്പോൾ സിനിമ എന്നുള്ളത് ഒരു നല്ല രംഗമല്ല എന്നുള്ളതായിരുന്നു എൻ്റെ വീട്ടുകാരുടെ തീരുമാനം. അപ്പോൾ ആ തീരുമാനങ്ങളെയൊക്കെ ഞാൻ മാറ്റിമറിച്ചുകൊണ്ടാണ് മദ്രാസിലേക്ക് പോകുന്നത്. അന്ന് കമ്പനികളാണ്. ആ കമ്പനികളെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി എൻ്റെ പഴയ കാലത്ത് സ്റ്റിൽസും എല്ലാം കാണിച്ചാൽ ഇങ്ങനെ അഭിനയിക്കാൻ അവസരം ചോദിച്ച് നടന്നു. അപ്പോൾ എല്ലാം അടുത്തതിലാവട്ടെ, അടുത്തേക്ക് നോക്കാം, ഇതിൽ ചാൻസ് ഇല്ല, അടുത്തേക്ക് നോക്കാം. അപ്പോൾ എൻ്റെ പ്രതീക്ഷ അടുത്തതിലാകട്ടെ, അടുത്തേക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ കാലം അത് കുറേശ്ശൊക്കെ നീങ്ങാൻ തുടങ്ങി. മാനസികമായിട്ട് എനിക്ക് വലിയ പ്രയാസമുള്ളൊരു ഇതായിരുന്നു. തിരിച്ചു പോന്നേക്കാം എന്ന് തന്നെ ഒരു തീരുമാനം, എനിക്കൊന്നും ആകാൻ സാധിക്കില്ല എന്ന തോന്നൽ എനിക്കപ്പോൾ ഉണ്ടായി. ആ സമയത്താണ് കടത്തുകാരൻ എന്നൊരു സിനിമ എടുക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അതിൻ്റെ സംവിധായകൻ എം കൃഷ്ണൻ നായർ സാറ് പറഞ്ഞു, അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പോയി കാണുമാരി എന്തെങ്കിലും ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ സത്യം മാസ്റ്ററുടെ അനിയനായിട്ട് അഭിനയിക്കാനൊരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ പുതിയ ആളിനെ ഇടണമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഹരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ജൂപ്പിറ്റർ പിക്ചേഴ്സ് മാപ്പിള എന്ന് പറയുന്ന അങ്ങനെ കാണാനായിട്ട് ഞാൻ പോകുന്നു. അവിടെ ചെന്ന് ഇയാളെ കാണാനായിട്ട് നോക്കിയിട്ട് ഒരാഴ്ച 2 ആഴ്ച കറങ്ങിയിട്ട് ശേഷം ഇയാളെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് സ്റ്റിൽസ് എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മേക്കപ്പ് ടെസ്റ്റ് പോടണോ ഉനക്ക്, പോട്ടാത്താ தெரியும் நீ எப்படி ஃபிகர் வருது. ഞാൻ പറഞ്ഞു, സാറേ ഞാനിതിൽ ஸ்டில்ஸ் அல்ல ഇപ്പോൾ எனக்கு தெரியணும், சோஷியல் படத்தில் நீ நடிக்கலையே, புராண படத்தில் தானே ஜாஸ்தி நடிச்சிருக்கிறோம், அதனால் ഒരു ടെസ്റ്റ് വേണം. അപ്പോൾ WR സുബ്ബറാവു എന്ന് പറയുന്ന വളരെ ഫേമസ് ഒരു ക്യാമറമാനായിരുന്നു, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ്റെ ക്യാമറമാൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു മേക്കപ്പ് ടെസ്റ്റ് ഇട്ടു.
ഇതപ്പോൾ അടുത്ത ആഴ്ച റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ആഴ്ച റിസൾട്ട് അറിയാൻ ചെന്ന് പറഞ്ഞു യു ആർ നോട്ട് സെലക്റ്റഡ്. മാനസികമായി ഇതിനപ്പുറം ഒരു പ്രയാസമില്ല. അപ്പോൾ ഇത്രയും പടത്തിൽ അഭിനയിച്ച് എനിക്ക് സെലക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ സിനിമ അഭിനയിക്കാൻ യോഗ്യനല്ല, തിരിച്ച് വണ്ടി കയറാം എന്നുള്ള തീരുമാനത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് എന്നൊരാൾ പറഞ്ഞു സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് എന്നൊരു ചർച്ചുണ്ട് പാരീസിൽ, വളരെ പഴയ ഒരു ചർച്ചാണ്, അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ കയറുന്നത്. ആ പള്ളിയിൽ ഞാൻ ചെന്നു. മറ്റുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ നോക്കിയപ്പോൾ എല്ലാവരും മുട്ടുകുത്തുന്നുണ്ട്, ഞാനും മുട്ടുകുത്തി. മെഴുതിരി കത്തിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഒരു മെഴുതിരി ഞാനും കത്തിക്കാതെ മെഴുതി കത്തിച്ചു, പ്രാർത്ഥിച്ചു. എന്തോ തിരിച്ച് ഞാൻ എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ ഒരു ലെറ്റർ കിടക്കുന്നു. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നു യു ആർ സെലക്റ്റഡ്, യു കോൺടാക്ട് അവർ പ്രൊഡ്യൂസർ ടുമോറോ മോർണിംഗ് 9 AM. ഇന്നും ഞാൻ ആ ചർച്ചിൽ പോകാറുണ്ട്. ഞാൻ ആ പടത്തിൽ അഭിനയിച്ചു. ആ പടം ഹിറ്റായിരുന്നു. 4-5 വർഷം ഞാൻ ഈ ചെറുതും വലുതുമല്ലാത്ത വേഷങ്ങളിൽ മദ്രാസിൽ എനിക്ക് അഭിനയിക്കാനുള്ള അവസരങ്ങൾ കിട്ടി.